എല്ലാവർക്കും നമസ്കാരം. ഫെബ്രുവരി മാസ രാശിഫലങ്ങളെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ചന്ദ്രനെ കൂടാതെ ബുധൻ, ചൊവ്വ, ശുക്രൻ, സൂര്യൻ എന്നീ ഗ്രഹങ്ങൾ ഈ മാസം രാശി മാറുന്നുണ്ട്. ഇതിൽ ബുധൻ മാസം തുടങ്ങുമ്പോൾ ധനുക്കൂറിൽ നിന്ന് മകരത്തിലേക്കും പിന്നീട് 20-ാം തീയതി മകരത്തിൽ നിന്ന് കുംഭത്തിലേക്കും രാശി മാറുന്നുണ്ട്. ഈ മാറ്റങ്ങളൊക്കെ മേടം മുതൽ മീനം വരെയുള്ള 12 കുറുകൾ ജനിച്ച വ്യക്തികൾക്ക് നൽകാൻ പോകുന്ന അനുകൂലവും പ്രതികൂലവുമായ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. രാശിഫലങ്ങൾ പൊതുഫലങ്ങളാണ്. ഓരോ വ്യക്തിയുടെയും ജാതകരീതിയിൽ നടക്കുന്ന ദശാപഹാരങ്ങൾക്കനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. ശരി, എന്നാൽ നമുക്കിനി ഫെബ്രുവരി മാസ രാശിഫലങ്ങളിലേക്ക് കിടക്കാം. മകരക്കുറിൽ ജനിച്ചവരുടെ ഫെബ്രുവരി മാസ രാശിഫലങ്ങളെ നോക്കാം. പൊതുവെ ശനി ധനസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് ധനപരമായ കാര്യങ്ങൾക്ക് അനുകൂലമല്ലെങ്കിലും ശനി നിങ്ങളുടെ രാശിയധിപനായതിനാൽ വലിയ രീതിയിൽ ദോഷഫലങ്ങൾ അനുഭവപ്പെടുകയില്ല. വ്യാഴം 4-ാം ഭാവമായ മേടത്തിലാണ് സഞ്ചരിക്കുന്നത്. അത് തൊഴിൽപരമായ കാര്യങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങളെ നൽകുന്നതാണ്. 5-ാം തീയതി മുതൽ ചൊവ്വ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ മനോധൈര്യം അധികരിക്കും. അതേസമയം സൂര്യൻ 13-ാം തീയതി വരെ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ പനി, തലവേദന പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകും. 13-ാം തീയതി സൂര്യൻ കുംഭത്തിലേക്ക് മാറിയതിനു ശേഷം ആരോഗ്യം മെച്ചപ്പെടും. പണം കൊടുക്കൽ വാങ്ങൽ പോലുള്ള കാര്യങ്ങളിലും കുറച്ച് ശ്രദ്ധിക്കേണ്ട സമയമാണിത്. കുടുംബത്തിലുള്ളവർ തമ്മിൽ ചെറിയ ചെറിയ വഴക്കുകളും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട്. ഈ മാസം 24, 25 തീയതികളിൽ ചന്ദ്രൻ അഷ്ടമ രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നത് ഒഴിവാക്കുന്നതും വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ ജാഗ്രത പാലിക്കുന്നതും നല്ലതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ മാസം പകുതി വരെ ഗ്രഹനില അനുകൂലമല്ലെങ്കിലും പിന്നീട് അനുകൂല ഫലങ്ങൾ ലഭിച്ചു തുടങ്ങുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മകരക്കുറിൽ ജനിച്ചവർക്കായുള്ള ഫെബ്രുവരി മാസ രാശിഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കുംഭക്കുറിൽ ജനിച്ചവരുടെ ഫലങ്ങളെപ്പറ്റി നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.